ശ്രീനിവാസന്റെ ഭൗതിക ശരീരത്തിനരികെ മമ്മൂട്ടിയും മോഹൻലാലും സത്യനന്ദിക്കാടും. ഈ ചിത്രം കണ്ടപ്പോൾ എണ്ണിയാലൊടുങ്ങാത്ത സിനിമകളും രംഗങ്ങളുമാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്. ഓരോ മലയാളിക്കും അങ്ങനെ തന്നെയാണ് എന്നാണ് തോന്നുന്നത്. ശ്രീനിവാസൻ ഇനി ഇല്ല എന്ന യാഥാർത്ഥ്യത്തിന് മുന്നിലാണ് ഈ മൂന്ന് പേരും ഇങ്ങനെ ഇരിക്കുന്നത്. അതാണ് ഈ ചിത്രം മലയാളിക്ക് അത്രയേറെ സങ്കടകരമായി മാറുന്നത്. ആദ്യമായി മമ്മൂട്ടിക്ക് പ്രതിഫലം നൽകിയത് ശ്രീനിവാസനായിരുന്നു എന്നതടക്കമുള്ള 5 കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോയുമായി വന്നത്. മോഹൻലാലുമായി പിണക്കം ശ്രീനിവാസൻ ഹൃദയപൂർവ്വം തീർത്തത് ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ട കാര്യവുമാണ്. ഒപ്പം രജനീകാന്ത് ശ്രീനിയെ ഒരിക്കൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇങ്ങനെ അധികം ആരും അറിയാത്ത ശ്രീനിവാസന്റെ പല കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. മോഹൻലാൽ ശ്രീനിവാസൻ കോമ്പിനേഷനിലുള്ള കഥാപാത്രങ്ങളാണ് മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ളത്. ദാസനും വിജയനും തുടങ്ങി അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, എണ്ണിയാൽ ഒടുങ്ങാത്ത കഥാപാത്രങ്ങളുണ്ട്. അപ്പോഴും മോഹൻലാലുമായി ചില സ്വരച്ചേർച്ചയില്ലായ്മയും ശ്രീനിവാസൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി ഞാൻ പിന്നാലെ പറയാം. അതിനു മുമ്പ് മമ്മൂട്ടിയും ശ്രീനിവാസനുമായുള്ള ബന്ധത്തിൻ്റെ ആഴം പറയാം. മമ്മൂട്ടിയുമായിട്ടാണ് ശ്രീനിവാസന് കൂടുതൽ പഴയ ബന്ധമെന്ന് പറയാം. കാരണം ഇരുവരും പഴയ സുഹൃത്തുക്കളാണ്. ഒരുപക്ഷെ സിനിമയിൽ ഒന്നുമാകുന്നതിന് മുമ്പ് തന്നെ സുഹൃത്തുക്കളാണ്. ആ സൗഹൃദം തുടങ്ങുന്നത് മേള എന്ന സിനിമ തൊട്ടാണ്. അതായത് 1980-കളിൽ.